ആ സുഹൃത്തുക്കളെ, പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഈ ശനിമാറ്റത്തിലൂടെ, ഈ 2025 ശനിമാറ്റം എങ്ങനെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഗ്രഹങ്ങൾ, ഇതിലെ ഭരിക്കുന്ന ഗ്രഹം, അപ്പൊ പൂരം നക്ഷത്രത്തെ ഭരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അതേമാതിരി ഇത് ചൊവ്വ കർമ്മയിൽപ്പെട്ട ഗ്രഹമാണ്. ചൊവ്വ ആണ് കർമ്മ. അപ്പം ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ബാക്കി വിശദമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ്, ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം. അതേമാതിരി തിരിച്ച് ഇതുമാതിരി ദോഷഫലങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം. അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത്. പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ്, കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ്. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യൻ്റെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ എല്ലാം ഉണ്ട്. എന്തെങ്കിലും അസുഖങ്ങളോ വന്നു, അതിൻ്റെ കൂടെ പൈസയോട് ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഒരുപാട് പ്രശ്നമാണ്. അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല. പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത്, വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ്. അപ്പോൾ ഒരിക്കലും ഒരു മിത്രത്തെ ലോഹിക്കുകയില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശനി വലിയ രീതിയിൽ എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല. എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 2.5 കൊല്ലമാണ് ഒരു ശനി ഒരാളുടെ ഒരു ടേണി വരുന്നത്. ഇപ്പൊ 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ്. അതായത് 2.5 വർഷം ഇൻറ്റു 3 ടേൺ വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം 3 പ്രാവശ്യം കടന്നു പോകുന്നു എന്നാണ് കണക്കാക്കേണ്ടത്. കാരണം ഒരു 30 വർഷം, 29 അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത്. അപ്പം ഒരു 12 രാശികളല്ല, 12 ഗോളങ്ങൾ. അപ്പൊ ഈ ഒരു ഗോളത്തില് ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ 2.5 വർഷം. അതേമാതിരി വ്യാഴമാണെന്നൊരു 361 ഡേയ്സ്, ഏകദേശം 1 വർഷം. അതേപോലെ രാഹു കേതുവാണ് 1.5 വർഷം. പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യനെ അങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ 1 മാസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2.5 വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട്. പിന്നെ ഈ ശനി കൂടാതെ ആ ശനിദശ ഓരോ ടൈമിൽ വരുമല്ലോ. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും, ശുക്രൻ കയറി വരും. അപ്പോൾ ചിലത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ 7.5 ശനി ഇങ്ങനെ, അതേമാതിരി കണ്ടക ശനി 7.5 ശനി ഇങ്ങനെയാണെന്നല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ വീട് വിട്ടു പോവുക, വെളിയിലത്തെ, അതായത് വെളിയിൽ പോകാനുള്ളവർക്ക് യോഗം, അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ, വിവാഹം നടക്കാൻ. അപ്പോൾ നമ്മൾ പക്ഷേ നാള് നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ, ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി. അതേമാതിരി ബിസിനസ് ചില ആൾക്കാർക്ക് പരാജയപ്പെടും, ചില ആൾക്കാർക്ക് പച്ച പിടിക്കും. അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ശനി പൊതുവെ വൃത്തിഹീനം എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് നോക്കി അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും. അപ്പം ഇതിനൊരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല. കാരണം ആ ഒരു സ്റ്റോറി, ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം രാവണൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഇവരെ അടിമകളമാതിരി ആക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട്, രാവണന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ്. അപ്പം രാവണനെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു? ശനി ഗുളികനെ സൃഷ്ടിച്ചു. അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്ഥാനത്തെ, ഈ ഇന്ദ്രജിത്ത് ജനിച്ച ആ ദുസ്ഥാനത്തെ ഇട്ടുകൊടുത്തത്. അപ്പൊ ഈ ഗുളികന്റെ കഥ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ, ഗുളികൻ നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരപ്പം രാഹു കേതു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങളെ കാര്യങ്ങൾ, ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത്. അപ്പം
കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു. പല നോർത്ത് ഇന്ത്യ അല്ലെ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല. എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ. അപ്പോൾ ഈ എന്ത് ചെയ്തു, ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി. അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു, രാവണന്റെ ചന്ദ്രഹാസം എടുത്തിട്ട് ശനിയെ വെട്ടുകൊണ്ടത് കാലിലാണ്. അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ, സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആ സ്റ്റോറിയുമായിട്ട് റിലേഷനും ഉണ്ട്. നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. അതേമാതിരി കാലിന് വാദം വരുക, ശനി കൂടുതലിരിക്കുക, കാലിന് വേദന, പെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള വരാറുണ്ട്. അപ്പോൾ ഇതാണ് ശനിയുടെ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിൻ്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത്. അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയി വരികയില്ല. എന്നാലും ഒരു പരിധി വരെ ഏകദേശ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം നമ്മൾ ഈ ശനിമാറ്റം 2.5 വർഷത്തെയാണ്. ഏകദേശം ഒരു 6 ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം പലതും അനുകൂലമായിട്ട്, ചിലർക്ക് ചിലത് പ്രതികൂലമായിട്ട് വരും. അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിന്റെ പൈസയുടെയാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത്, അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത്. കുംഭത്തിൽ നിന്നും മീനത്തിലേക്കുള്ള ഈ ശനിയുടെ മാറ്റം ഇവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് ശകലം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നാൽ അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി കാര്യങ്ങളെല്ലാം കുറെ അനുകൂലമായിട്ട് വരും. അപ്പം വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ മെയ് 14-നാണ്. അപ്പം മെയ് 14 മുതൽ അടുത്ത ഒരു വർഷക്കാലം ശകലം ദോഷ സമയമാണ്. അതുകൊണ്ട് പുതിയ വീട് വെക്കാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷനോ കാര്യം ഇച്ചിരി ഒന്ന് നീട്ടി വെക്കുക. ഒരു വർഷക്കാലം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല ഒരു സമയമാണ്. അതുപോലെ വ്യാപാരി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു മന്ദത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുതിയ വിവാഹം നടത്തുന്ന ആൾക്കാർക്ക് ഇപ്പം പറ്റിയ അനുകൂലമായിട്ടുള്ള സമയം അല്ല. വിവാഹം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവായി നല്ല രീതിയിലായിട്ട് വരുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വർദ്ധിക്കാനും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അനുകൂലമായിട്ടുള്ള പഠിത്തത്തിൽ ചെറിയ ഉഴപ്പ് കാര്യങ്ങളെ ഒക്കെ കാണും. എന്നാൽ അതും ഒരു കുറച്ച് അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരുന്നതാണ്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, കോൺട്രാക്ടേഴ്സ് അങ്ങനെയുള്ളവർക്ക് പൊതുവെ ഇച്ചിരി പ്രതികൂലമായിട്ടുള്ള സമയമാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് സമയത്ത് പൈസ കിട്ടാതിരിക്കുക, അല്ലെന്നൊരു വീട് പണി കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, അല്ലെന്നൊരു പണി ഡിലേ ആവുക, അപ്പോൾ അതുകൊണ്ട് വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ ചില ആൾക്കാർക്ക് ഈ താരനെ ബന്ധപ്പെട്ട മുടിയുമായിട്ട് ബന്ധപ്പെട്ട മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തലവേദന, താരൻ, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ആരെങ്കിലും ഡൈവേഴ്സ് നോക്കി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊരു അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഈ ഈ പ്രണയബന്ധത്തിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ പ്രണയം ചിലപ്പം ഇച്ചിരി പ്രണയത്തിന് പ്രശ്നമാകാനും തകരാനും ഒക്കെ ഉള്ള സാധ്യതകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്നത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ നോക്കാം. പിന്നെ ലോൺ എടുക്കാൻ ഇപ്പോൾ ബാങ്കിൽ ലോൺ നോക്കുന്ന ആൾക്കാർക്ക് ബാങ്കിൽ നിന്ന് ലോണ് ഡിലേ ആവുക, അല്ലെന്ന് വരില്ല, ഇങ്ങനെയൊക്കെ ഉള്ള അല്ല ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഹെൽപ്പ് കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ഡിലേ ആകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ കാണുന്നത്. അതുപോലെ ഈ കേസ്, വഴക്ക് എന്നിവയൊക്കെ ഉണ്ടെന്ന് വരില്ല, അതിൻ്റെ ഒരു കാലതാമസവും ഒക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു താമസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതേപോലെ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമല്ല. അഥവാ ജോലി കിട്ടിയാലും ശമ്പളം കറക്റ്റ് കിട്ടാതിരിക്കുക, അല്ലെന്നൊരു നല്ല ജോലിയുടേതായിട്ടുള്ള കഷ്ടപ്പാട്, അല്ലെന്നൊരു ജോലി സമയത്ത് കിട്ടുകയില്ല, അല്ലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഡിലേ ആയിട്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അടുത്ത ഒരു വർഷക്കാലം ഒരു ഇച്ചിരി ഒന്ന് കരുതിയിരിക്കുക.
പിന്നെ പുതിയ തൊഴിൽ അന്വേഷകർക്കും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ചിലപ്പോൾ ഡിലേ ആകും. അതേമാതിരി പ്രതീക്ഷിച്ചായിട്ടുള്ള ഒരു വരുമാനത്തിൽ ഒരു ഇച്ചിരി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റത്തിൽ കൂടെ പറ്റുന്നത്. കാരണം വ്യാഴം മാറി ശനി മാറി. എന്നാൽ ഈ അടുത്ത വ്യാഴമാറ്റത്തിൽ 1 വർഷം കഴിയുമ്പോഴത്തേനും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആയി അനുകൂലമായിട്ട് വരുന്നുണ്ട്. പിന്നെ വിവാഹം പുതിയ ആലോചന നടക്കുന്നവർക്കും അതിന് ഇത്ര പറ്റിയ ഒരു സമയമല്ല. ഇച്ചിരി ഒന്ന് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അപ്പം കുട്ടികളുണ്ടാകുന്ന ആൾക്കാർക്കാണെന്നതിൽ ഇപ്പോൾ കുട്ടികളുണ്ടാകാൻ ഇച്ചിരി 1 വർഷം കഴിഞ്ഞിട്ട് നോക്കുന്നതാണ് പൊതുവെ നല്ലതായിരിക്കും. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ അവർക്ക് പല പ്രതിസന്ധികളെ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. പിന്നെ തൊഴിലവസരങ്ങൾ കുറയുമെന്ന് പറഞ്ഞു. അതേപോലെ സമയത്ത് വർക്ക് പൂർത്തിയാക്കാൻ ഈ കോൺട്രാക്ടേഴ്സ് സബ് കോൺട്രാക്ടേഴ്സ് എന്ന് ചെയ്യാതിരിക്കുക, അല്ലെന്ന രീതിയിൽ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിന് പൈസ കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ബാങ്ക് ലോൺ അന്വേഷിച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ലോണിന് ഡിലേ ആവുക, അങ്ങനെ ഒരു പ്രശ്നം പൊതുവേ ഉണ്ട്. പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ തൃപ്തിക്കുറവ്, അങ്ങനെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. ഇതേമാതിരി ഇപ്പം ശനിയുടേതായിട്ടുള്ള ശനിപ്രീതി വരുത്താനായിട്ട് ശനിദേവനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക. അതേമാതിരി കറുത്ത വസ്ത്രം, നീല വസ്ത്രം ദാനം ചെയ്യുക, കുട്ടികൾക്ക് ദാനം ചെയ്യുക. അതേമാതിരി വ്യാഴപ്രീതിക്കായിട്ട് കുട്ടികൾക്ക് സ്ലേറ്റ് പെൻസില്, അങ്ങനെ ചെറിയ കുട, അങ്ങനെ എന്തെങ്കിലും ചെറിയ വില കുറഞ്ഞായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ വ്യാഴം പ്രീതിപ്പെടും. പിന്നെ ബേക്കറി ഐറ്റങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. ബേക്കറിയൊക്കെ ഈ ഒരു റേഡിയേഷന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം, പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബേക്കറിയൊക്കെ കുറച്ച് നിർത്തുക. ഇതൊക്കെയാണ് ആവറേജ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാതകം മറ്റും നോക്കുകയൊക്കെ വേണമെന്നില്ല, ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളുണ്ട്. അതുപോലെ ആരെങ്കിലും മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന രീതിയിൽ നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീസ് കൊണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിത്തരുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നൊരു ക്ലാസ്സിൽ 1.5 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ലിങ്ക് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.